ഒരു തട്ടിപ്പാണ്, വെട്ടിപ്പാണ് ആ പ്രഖ്യാപനം. മന്ത്രി പുരുണ്ട് കളിക്കാൻ ശ്രമിക്കുകയാണ്. ആ വെട്ടിൽ CPI-ക്കാർ വീഴും തോന്നുന്നില്ല. കാരണം അതിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? സെൻറ്റർ ക്യാൻ ഓൾട്ടർ, സെൻറ്ററിന് മാത്രം മാറ്റാൻ സാധിക്കും, സ്റ്റേറ്റിന് പറ്റത്തില്ല. സ്റ്റേറ്റിന് ഭേദഗതി വരുത്താനോ പിൻവലിക്കാനോ കഴിയില്ല. അതാണ് അതിൻ്റെ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ എന്ന് അറിയാവുന്ന CPI-ക്കാരെ കബളിപ്പിക്കാൻ LDF-ലെ വലിയേട്ടം പാർട്ടിയായ CPM ശ്രമിച്ചാൽ അതിൽ വിജയിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതെ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ചിരുന്നു. ആ യോഗത്തിൽ പ്രതിപക്ഷമാണ് ഏറ്റവും ശക്തമായിട്ട് ആവശ്യപ്പെട്ടത്. കേരളമാകെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് SIR നടപ്പിലാക്കുന്നത് വളരെ പ്രയാസകരമാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ CEO തന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നു. എന്നിട്ട് പോലും കേരളത്തിൽ ഇത് ധൃതി പിടിച്ച് നടപ്പിലാക്കാനുള്ള തീരുമാനം തികച്ചും തെറ്റാണ്, ഏകപക്ഷീയമാണ്, അത് ദുരുദ്ദേശത്തോടെയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ നടപടി തിരുത്തണമെന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള സതുദ്ദേശവുമില്ല. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ പ്രക്രിയയുമായിട്ട് ജനങ്ങൾ ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ ഇലക്ഷൻ പ്രോസസ്സ് നടക്കുന്നു. നവംബർ ആദ്യം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, എല്ലാവർക്കും അറിയാം. അത്രയും ബൃഹത്തായ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഇതിപ്പോൾ ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ബുദ്ധിരഹിതമായ പക്ഷപാതപരമായ നിലപാടാണ്. അതിൽ ഞങ്ങൾ പ്രതിഷേധം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്, തിരുത്താൻ ആവശ്യപ്പെടുക. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ധൃതി പിടിച്ചുള്ള തീരുമാനമല്ല, ഇത് കൃത്യമായിട്ട് പഠിച്ച് നടപ്പിലാക്കണം, ഈ സമയത്ത് നടപ്പിലാക്കണമെന്നുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിലെന്ത് യുക്തിയാണുള്ളത്? ഞങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പോലും ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങളെ കോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും പറഞ്ഞു. യോഗം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം കേരളത്തിൽ ഇത് നീട്ടിവെക്കും, നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് രക്തൻ കെൽക്കർ IAS ആണ്, CEO ആണ്. അദ്ദേഹത്തിൻ്റെ കത്തിന് പുല്ലുവിലയാണോ കേന്ദ്ര കമ്മീഷൻ കൽപ്പിക്കുന്നത്? ഒരു ചർച്ചയ്ക്ക് വിളിക്കണ്ടേ? എന്നാൽ പിന്നെ കേരളത്തിലെ ജനപ്രതിനിധികളെ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ടൊരു ചർച്ച നടത്തണ്ടേ? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു യാഥാർത്ഥ്യമല്ലേ? അത് ഭരണഘടനാ അനുസൃതമായിട്ട് സമയബന്ധിതമായിട്ട് നടക്കേണ്ട ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ലേ? അക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറല്ലേ? വളരെ തെറ്റാണ്, വളരെ തെറ്റാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ മാത്രമല്ല, ഇതിൽ പ്രവർത്തിക്കേണ്ട, വോട്ട് ചേർക്കേണ്ട ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പൗരനെ സംബന്ധിച്ച് വോട്ടവകാശം, അത് ഇന്ത്യ രാജ്യത്ത് 18 വയസ്സിൽ വോട്ടവകാശം നൽകിയത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ്. റൈറ്റ് ടു എക്സസൈസ് ഫ്രാഞ്ചൈസ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വോട്ടവകാശം. ആ വോട്ടവകാശം നിഷേധിക്കുന്നു. ഇവിടെ നമുക്കറിയാം എല്ലാ കാലത്തും വോട്ടർ പട്ടികയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ഏത് തരത്തിലുള്ള ശുദ്ധീകരണവും നടത്താം. വോട്ടർ പട്ടികയിൽ അനർഹരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ഒഴിവാക്കാം. വോട്ടർ പട്ടികയിൽ അർഹതപ്പെട്ട ആരെങ്കിലും ഉണ്ട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അവരെ കൂട്ടിച്ചേർക്കാം. പക്ഷേ 2002 അടിസ്ഥാന വർഷമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു എൻ്റയർ പ്രോസസ്സ് കഴിഞ്ഞ് 23 വർഷക്കാലമായി വോട്ട് ചേർത്തവരെല്ലാം വീണ്ടും എൻറോൾ ചെയ്യപ്പെടണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ അടുത്ത തുടർന്നേക്കും എന്താണ്? അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. PM ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ ക്യാബിനറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ CPI മന്ത്രിമാർ ഇന്നത്തെ തീരുമാനിച്ചിട്ട് മന്ത്രിമാർ ബഹിഷ്കരിക്കും 29ാം തീയതി ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചിട്ട്. നല്ല കാര്യം, അത്രയെങ്കിലും അവർക്ക് ആ കാര്യത്തിൽ ഉറച്ച നിലപാടുണ്ടാകുന്നതിന് സ്വാഗതം ചെയ്യുന്നു. അവിടെ കൊണ്ട് മാത്രം അവസാനിപ്പിക്കരുത്. അവരെ അവഹേളിച്ചതിന് അവരിത്രയെങ്കിലും പ്രതികരിക്കുന്നത് സന്തോഷകരമായ കാര്യമാണ്. അല്ല, ഈ PMC ഒപ്പിട്ടെങ്കിലും അത് നടപ്പിലാക്കില്ല, നടപ്പിലാക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ഒരു തട്ടിപ്പാണ്, വെട്ടിപ്പാണ് ആ പ്രഖ്യാപനം. മന്ത്രി പുരുണ്ട് കളിക്കാൻ ശ്രമിക്കുകയാണ്. ആ വെട്ടിൽ CPI-ക്കാർ വീഴും തോന്നുന്നില്ല. കാരണം അതിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? സെൻറ്റർ ക്യാൻ ഓൾട്ടർ, സെൻറ്ററിന് മാത്രം മാറ്റാൻ സാധിക്കും, സ്റ്റേറ്റിന് പറ്റത്തില്ല. സ്റ്റേറ്റിന് ഭേദഗതി വരുത്താനോ പിൻവലിക്കാനോ കഴിയില്ല. അതാണ് അതിൻ്റെ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ എന്ന് അറിയാവുന്ന CPI-ക്കാരെ കബളിപ്പിക്കാൻ LDF-ലെ വലിയേട്ടം പാർട്ടിയായ CPM ശ്രമിച്ചാൽ അതിൽ വിജയിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇപ്പോൾ CPI വലിയ തരത്തിൽ അവഗണന നേരിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് UDF-നെ സ്വാഗതം ചെയ്തുകൂടെ? കാരണം വിളിച്ചാൽ വരില്ലേ? നിങ്ങൾ സ്വാഗതം ചെയ്ത് നോക്കാം നമുക്ക്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ അർജന്റീനയുടെ ഇന്ത്യ സന്ദർശനം, കേരള സന്ദർശനം ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യേകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ സ്പോൺസറും കല്ലൂർ സ്റ്റേഡിയം തമ്മിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ കൊച്ചിയിൽ ഹൈബീഡ് അടക്കം അത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അതിനകത്ത് കോൺഗ്രസിന്റെ നിലപാട്?
എന്തോ അതിൻ്റെ അകത്ത് സംശയാസ്പദമായ സാഹചര്യങ്ങളുണ്ട്. ഒരു സ്വകാര്യ വ്യക്തിയെ അല്ലെങ്കിൽ സ്ഥാപനത്തെ ഇതെല്ലാം ഏൽപ്പിക്കുക ഒരു സുപ്രഭാതത്തിൽ ഇല്ലയെന്ന് പറയുക, ഗവൺമെൻറ്റിൻ്റെ ആ ഭാഗത്തെ വിശദീകരണങ്ങൾ തൃപ്തികരമല്ല. ഐബിയിടം പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ്.